ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ മോൾക്ക് ഞാൻ ആദ്യത്തെ ഫുഡായിട്ട് കൊടുക്കാൻ പോകുന്നത് കുന്നങ്കായുടെ കുറുക്കാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുന്നങ്കായുടെ ഒരു കൊലയാണിത്. ചെറിയ പഴങ്ങളാണ് ഇതിലുള്ളത്. ചിലയിടത്തൊക്കെ നല്ല വലുപ്പത്തിൽ കിട്ടും. കിട്ടിയത് നല്ല ചെറിയ കായായിരുന്നു, പക്ഷെ മൂത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തോലിങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതുപോലെ തോല് കുറച്ചും പാടാണ്. കത്തിയോണ്ട് എടുക്കുമ്പോൾ ചെത്തിപ്പോകുന്ന എഴുതിയിട്ടാണ് ഇങ്ങനെ തൊലിച്ചെടുക്കുന്നത്. കയ്യിലൊക്കെ നല്ല കറയാവൊക്കെ ചെയ്യും, പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഈ കായട്ടാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ട് കുറേ അടുത്ത് ചോദിച്ചിട്ട് പിന്നെ നാട്ടിൽ തന്നെയുള്ള ഒരാളാണ് ഞങ്ങൾക്ക് തന്നത്. ഓൺലൈനൊക്കെ ആയിട്ട് പൊടിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിക്കേണ്ടി വരുമെന്ന് കരുതി. പക്ഷെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ ഇങ്ങനെ കായായിട്ട് ഉണക്കി വാങ്ങിക്കാൻ കിട്ടുന്നതുണ്ട്. അപ്പോൾ കിട്ടിയതുകൊണ്ട് പിന്നെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റി. തൊലി കളയുമ്പോൾ തന്നെ അത് വെള്ളത്തിലിട്ട് വെക്കുക. ഒരു മഞ്ഞപ്പൊടിയൊന്നും ഇടണമെന്നില്ല, കറ കളയാതെ എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അത് ചെറുതാക്കി വട്ടത്തിൽ നുറുക്കിയതിന് ശേഷം നമ്മൾ ചിപ്സിനൊക്കെ നുറുക്കണ പോലെ നുറുക്കിയതിന് ശേഷം രാവിലെ 8-11 വെയിൽ 3 ദിവസത്തെ ഞാൻ കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അത്ര ആകുമ്പോൾ തന്നെ അത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉണക്കി ബോട്ടിലാക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കണതിൻ്റെ 2 ദിവസം മുമ്പ് എടുത്ത് പൊടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി വെയിൽ കൊള്ളിച്ചിട്ട് നമുക്ക് പൊടിച്ചെടുത്താൽ ഒന്നുകൂടി ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്കായിട്ടൊരു സ്പൂൺ മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. നനഞ്ഞ സ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂത്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് പൊടിക്കുന്നതും കുറുക്കുണ്ടാക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് കുട്ടി കഴിക്കാൻ കൊടുക്കണതിൻ്റെ ദിവസം ഞാൻ ഇടുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.